ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീണ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ തനിച്ചിരിക്കുമ്പോ ഉറങ്ങാൻ കിടക്കും മുൻപ് രാമകൃഷ്ണേട്ടൻ അവളെ ആലോചിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഓർക്കില്ലേ പിന്നെ? ഞാൻ സത്യസന്ധമായിട്ട് സ്നേഹിച്ചതല്ലേ, മാന്യമായിട്ട് വളർത്തിയതല്ലേ സുജാതെ. പിന്നെ അപ്പൊ ഞാൻ എങ്ങനെയാ മറക്കുക? ഈ പറയുന്ന വേദന നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. അവരിപ്പ ഇങ്ങോട്ട് വന്നത് എല്ലാം മറക്കാൻ തയ്യാറായിട്ടാണെങ്കിൽ രാമകൃഷ്ണേട്ടൻ അതൊന്ന് സമ്മതിക്കണം. പറ്റില്ല സുജാതെ, പറ്റില്ല. ഹരി, വേറെ എല്ലാ ബന്ധവും മാറ്റിവെച്ചോ. ആ വന്നിരിക്കുന്നത് കല്യാണിയുടെ അച്ഛനും അമ്മയാ. മോള് നമ്മുടെ കൂടെ ഓണം ഉണ്ണാൻ വന്നതാ. അവളെ പറഞ്ഞു വിടണോ? രാമകൃഷ്ണേട്ടാ, വേണമെങ്കിൽ ഇപ്പൊ നമുക്കവരെ ഇറക്കി വിടാം. പിന്നെ ഒരിക്കലും അവരിങ്ങോട്ട് വരികയുമില്ല. പക്ഷെ ഈ വരവ് സത്യസന്ധമാണെങ്കിൽ അതില് എന്താ പ്രശ്നം? അവളിപ്പോ മാന്യമായിട്ട് അവളുടെ കുഞ്ഞിന്റെ അച്ഛന്റെ കൂടെ ജീവിക്കുകയല്ലേ. എന്തായാലും വിപിനെ വിവാഹം കഴിച്ച ശേഷം അവളെക്കുറിച്ച് നമ്മൾ വേറൊന്നും കേട്ടില്ലല്ലോ. ഇല്ലേ? ജീവനെ കാണാൻ കോടതി വന്നത് ആരാ സുജാതെ? ജീവന് വേണ്ടി വക്കീലിനെ ഏർപ്പാടാക്കിയത് ആരാ സുജാതെ? മനസ്സ് മാറുമായിരുന്നെങ്കിൽ അവൾ അത്തരം പ്രവൃത്തികൾ ചെയ്യുമായിരുന്നോ? അപ്പോ ഈ വരവിന്റെ പുറകിലും എന്തോ ചതിയുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം. അതാവും സത്യവും. സുജാതെ നോക്കിയേ, ദേ എന്റെ മോനെ ഇപ്പൊ മനസമാധാനത്തോടെ നിത്യോടെ ജീവിക്കുക അല്ലേ? അതില്ലാതായാൽ പിന്നെ ഞാനും സുജാതയും എല്ലാരും വേദനിക്കില്ലേ? അതിനേക്കാൾ നല്ലത് അവിടെ ഇറങ്ങിപ്പോകുന്ന വേദന സഹിക്കുന്നതാ. ഹരി, നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഒക്കെ പോട്ടെ, നമുക്ക് പരിചയമില്ലാത്ത രണ്ടുപേര് ഓണത്തിന്റെ ദിവസം നമ്മുടെ വീട്ടിൽ വന്നാല് നമ്മൾ അവരോട് ഓണം ഉണ്ടോ എന്ന് ചോദിക്കില്ലേ? കഴിച്ചിട്ട് പോയാ മതിയെന്ന് നിർബന്ധിക്കില്ലേ? അങ്ങനെ അങ്ങ് തീരുമാനിക്കാം. എന്നിട്ട് ഹരിയുടെ ആഗ്രഹം പോലെ കല്യാണിയെ മടിയിലെടുത്തിട്ട് അവക്ക് വാരിക്കൊടുക്ക. നിത്യ, എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഓണത്തിന് എനിക്ക് കിട്ടിയ സമ്മാനമായിട്ട് മോളുടെ വരവിനെ ഞാൻ കാണുന്നത്. കേട്ടില്ലേ രാമകൃഷ്ണേട്ടാ? രാമകൃഷ്ണേട്ടൻ പറയാൻ പോകുന്ന ഒരു തീരുമാനമാ ഇനി മുന്നോട്ടുള്ള ഈ കുടുംബത്തിന്റെ ജീവിതം. അമ്മാവന് കുഴപ്പമില്ലെങ്കിൽ എനിക്കും പ്രശ്നമൊന്നുമില്ല. നിനക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കെന്തുവാ? ഇത്രയുള്ളൂ. ഇനി രണ്ടുപേരും വാ, മനസ്സ് തുറന്ന് അവരോടൊന്ന് സംസാരിക്കും. എന്നെ കൊണ്ട് സംസാരിക്കണമെന്നും പറ്റിയില്ല സുജാതെ. അമ്മ വാ, വാശി കാണിക്കല്ലേ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞ? എനിക്ക് പറ്റിയല്ല മോളെ. അമ്മേ, എന്നെ മോളെ നല്ല വിളിക്കുന്നെ. ഞാൻ അച്ഛനെ പോലെയാ കാണുന്നെ. പക്ഷേ അത് വീണയുടെ സ്ഥാനത്താവില്ല. വീണയാണ് അമ്മാവിന്റെ രക്തം. മധുര നൊമ്പരക്കാറ്റ്